കൂർക്കല് എന്ന് പറഞ്ഞ ആ ഒരു കിഴങ്ങ് ഇഷ്ടപ്പെടാത്ത ഉണ്ടാവില്ലേ, എനിക്ക് നല്ല ഇഷ്ടമാണ്. അതേപോലെ എല്ലാവർക്കും അങ്ങനെ തന്നെ ഇഷ്ടം ഉണ്ടാവും. പക്ഷെ അത് നന്നാക്കാനാണ് നമുക്ക് വെറുപ്പ്. നന്നാക്കി കിട്ടാൻ കുഞ്ഞി കുഞ്ഞി കായകളാവൂലേ, അപ്പൊ കായകൾ കിഴങ്ങുകളാവൂലേ, അപ്പൊ അത് നന്നാക്കി കിട്ടാൻ കുറച്ച് പാടുന്നുണ്ട്. പക്ഷെ നന്നാക്കി അത് വെച്ച് കഴിക്കുമ്പോഴത്തിന് നമുക്ക് കിട്ടുന്ന ആ സന്തോഷം അത് വേറെ തന്നെയാണ്. ഈ നന്നാക്കാന് ഒരു എളുപ്പവഴി നമുക്ക് കുറെ ഉണ്ട്. ചാക്കിലിട്ട് വരയ്ക്കുക, അങ്ങനെയൊക്കെയാണ് ഞാൻ കേട്ടിട്ടുള്ളത്. അപ്പൊ അതിലേറെ സിമ്പിളായിട്ട് ഒരു രീതി നമുക്കൊന്ന് നോക്കി നോക്കാം. നമുക്ക് ചാക്കിൽ വരയ്ക്കൊന്നും വേണ്ട, കത്തിയും വേണ്ട, നമ്മളെ ഈ 2 കൈ മാത്രം മതി. കുറച്ച് വെള്ളം കേട്ടോ, ഇത്രയും സാധനങ്ങൾ മാത്രം മതി നമുക്ക് ഈ ഒരു കൂർക്കൽ എന്ന സാധനം വൃത്തിയാക്കാൻ. നിങ്ങളുടെ നാട്ടിൽ എന്താ പറയാന്ന് വെച്ചാൽ ഞങ്ങളവിടെ മലപ്പുറത്ത് കൂർക്കൽ എന്നൊക്കെ പറയും. എനിക്ക് നല്ല ഇഷ്ടമുള്ളൊരു സാധനമാണിട്ടത്. ഇന്ന് ഞാന് മഞ്ചേരിക്ക് പോയപ്പോൾ അങ്ങനെ മേടിച്ചതാട്ടോ. കിലോന് 80 റുപ്യാണ്. ഞാൻ 1/2 കിലോ മേടിച്ചു. അപ്പൊ നമുക്ക് അതൊന്ന് എങ്ങനെ പെട്ടെന്ന് വൃത്തിയാക്കാന്നുള്ളത് ഒന്ന് നോക്കാട്ടോ. അപ്പൊ നമുക്ക് പണി തുടങ്ങിയാലോ. അങ്ങനെ കൂർക്കൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. വെക്കാനുള്ള കൂർക്കൊക്കെ ഒരു പാത്രത്തിലെടുത്ത് ഞാൻ നല്ലപോലെ ഒന്ന് കഴുകിയെടുക്കണം. അതിൽ മണ്ണും ചളിയൊക്കെ ഒന്ന് പോയി നല്ല ക്ലീനായിട്ട് കിട്ടണം കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ നന്നാക്കി കഴിയുമ്പോൾ കല്ലും മണ്ണൊക്കെ കടിക്കും, പൂഴിയൊക്കെ കടിക്കും. അപ്പോൾ അതിന് മുൻപ് നമ്മൾ നല്ലപോലെ ഒന്ന് വൃത്തിയാക്കി എടുക്കുക. അങ്ങനെ ഞാനിൻ്റെ കൂർക്ക വൃത്തിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. നമുക്ക് കത്തി വേണ്ട, ചാക്കിലിട്ട് ഉരയ്ക്കണ്ട, കൈ വേദന, കാല് വേദന അങ്ങനെയൊന്നും ഉണ്ടാവില്ല. കാരണം അത്രയും സിമ്പിളായിട്ടാണ് നമ്മളിത് ക്ലീനാക്കാൻ പോകുന്നത്. ഇത് ക്ലീനാക്കാൻ വേണ്ടത് എന്താണ്? വെള്ളം. വെറും വെള്ളമല്ല, നല്ല തിളച്ച വെള്ളം ഉണ്ടാവില്ലേ, തിളച്ച വെള്ളം നമ്മൾ കഴുകി വെച്ച് ക്ലീനാക്കിയ ആ ഒരു തൊലിയൊന്നും കളയാതെ മണ്ണും ഇതൊക്കെ കളഞ്ഞ ആ ഒരു കൂർക്കയ്ക്ക് ഒഴിച്ച് വയ്ക്കുക. എന്നിട്ട് എന്ത് വേണം, അത് ഒന്ന് അടച്ച് വയ്ക്കുക കേട്ടോ. എന്നിട്ട് പിന്നെ ചൂടൊക്കെ പോയ ശേഷം നമുക്ക് അത് എന്താ ചെയ്യണമെന്ന് കാണിച്ചു തരാം. അപ്പോൾ നമ്മളെ വെള്ളത്തിൻ്റെ ചൂടും കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് ഒന്ന് ക്ലീൻ ചെയ്യാനുള്ള പുറപ്പാടിലാണ്. നമ്മൾ ആ ഒരു ചൂടുവെള്ളത്തിൽ കടന്നതുകൊണ്ട് തന്നെ ആ കൂർക്ക നമ്മൾ കൈകൊണ്ട് വെറുതെ ഇങ്ങനെ ഒന്ന് ഞരടി കൊടുത്താൽ മതി. കയ്യിൽ ഒരുമിച്ച് പിടിച്ചിട്ട് നമുക്കിങ്ങനെ നമ്മൾ എന്തുണ്ടാവില്ലേ, കപ്പലണ്ടിയൊക്കെ ഇതാക്കൂല്ലേ, തൊലി കളയില്ലേ, അതേപോലെ ആക്കിയാലും മതി. ഞാൻ പിന്നെ ഒരു ചെറിയ പാത്രമാണ് എടുക്കുന്നത്, അപ്പോൾ അതുകൊണ്ട് അതൊന്നും പറ്റില്ല. അപ്പോൾ ഇതുണ്ടോ, കൈ കൊണ്ട് വെറുതെ ഇങ്ങനെ ഞരടുമ്പോൾ തന്നെ അത് പോകുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ നമ്മൾ അങ്ങനെ ഒക്കെ ഒന്ന് ക്ലീൻ ആക്കി എടുക്കുക. കൂർക്ക വേവൊന്നുമില്ല കേട്ടോ, അങ്ങനത്തെ പേടിയൊന്നും വേണ്ട, വേവൊന്നുമില്ല. ചൂടുവെള്ളത്തിൽ കടന്നെഴുതി അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. അങ്ങനെ കത്തിയില്ലാതെയും ചാക്കില്ലാതെയും വെറും ചൂടുവെള്ളം നമ്മളെ കയ്യിൽ വെച്ച് ഞരടിയിട്ടും ക്ലീനാക്കി നമ്മളെ കൂർക്ക നമുക്കൊന്ന് ഉപ്പേരിയും കൂടെ വയ്ക്കാം. അപ്പോൾ ഈ ഒരു സിമ്പിൾ ട്രിക്ക് ഒന്ന് പരീക്ഷിച്ച് നോക്കുള്ളൂ. ഇനി കൂർക്ക കിട്ടിയാൽ നന്നാക്കാൻ കഷ്ടപ്പെടണ്ടല്ലോ, ഇങ്ങനെ ഒന്ന് ചെയ്താൽ മതിയല്ലോ. നമ്മളെ ജീവിതം എന്ന് പറയുന്നത് തന്നെ ഒരു ട്രിക്ക് ജീവിതമല്ലേ. അപ്പോൾ അതൊന്ന് കിട്ടുന്ന ഓരോ പാഠങ്ങളാണ്. അപ്പോൾ ഞാൻ കത്തിയും കൊണ്ട് നന്നാക്കാൻ വേണ്ടി നിന്നതായിരുന്നു. അപ്പോഴാണ് ഈ കൂർക്ക അങ്ങനെ ഞാൻ വെള്ളം തിളപ്പിച്ച് വെച്ചായിരുന്നു. അപ്പോൾ അതിക്ക് കൊഴിഞ്ഞാടി, ഒന്നിൻ്റെ കൈ തട്ടി. അപ്പോൾ ഞാൻ അത് കണ്ടിട്ട് രീതിയില്ല. പിന്നെയാണ് ഞാൻ കണ്ടപ്പോൾ വന്ന് നോക്കിയപ്പോഴാണ് ഇങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ ആക്കിയപ്പോഴാണ് ഈ സാധനം അങ്ങനെ പോരുന്നത്. അപ്പം ഞാൻ അതൊരു ട്രിക്കായിട്ട് ഉപയോഗിച്ചതാണ്. നമ്മളെ ജീവിതം എന്ന് പറയുന്നത് തന്നെ ഇങ്ങനെയൊക്കെ അല്ലേ. ജീവിതത്തിൽ നിന്ന് തന്നെ ഓരോ ട്രിക്കുകളും നമ്മൾ പഠിക്കുകയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊക്കെ ഒന്ന് മറക്കരുത് കേട്ടോ. അപ്പോൾ നിങ്ങളെ കമൻറ്റും ലൈക്കും ഒക്കെയാണ് നമുക്കുള്ള ഒരു മുന്നോട്ടുള്ള ഒരു പ്രചോദനം. അപ്പോൾ ഓക്കെ, അപ്പോൾ എല്ലാവരും നമ്മളെ കൂർക്കലൊക്കെ ഒന്ന് വെച്ച് കഴിച്ച് ആസ്വദിക്കുക. പിന്നെ അതിൻ്റെയോടൊപ്പം തന്നെ അത് കൊണ്ടുവരുമ്പോൾ 4 വിത്ത് ഉണ്ടാവുമല്ലോ, അത് നമുക്കൊന്ന് നട്ടും കൂടെ കൊടുത്താൽ സംഭവം ഉഷാറാവും കേട്ടോ. ഒന്ന് അതിൻ്റെ ആ ഒരു തയ്യും കാര്യങ്ങളൊക്കെ കാണണമെങ്കിൽ ഒന്ന് നട്ടു നോക്കൊണ്ടു. നല്ല രസമാണ് കാണാൻ, എനിക്കിഷ്ടം കേട്ടോ. നല്ല ഭംഗിയാണ് ഇതിൻ്റെ ചെടി കാണാൻ. അപ്പം നമുക്ക് വേണമെങ്കിൽ നമുക്ക് ഒരു പ്ലാന്റായിട്ട് ഒക്കെ വേണമെങ്കിൽ ഇത് ഉണ്ടാക്കാം. അപ്പോൾ എല്ലാ ഇങ്ങനത്തെ ചെടി പ്രാന്തുകളുള്ള ആളുകളൊക്കെ ഉണ്ടാവുമല്ലോ, എനിക്കിഷ്ടമാണ്. പക്ഷേ സ്ഥലമില്ലാത്തതുകൊണ്ട് ഞാൻ ആ പ്രാന്ത് അങ്ങോട്ട് ഉപേക്ഷിച്ചതാട്ടോ. അപ്പം അങ്ങനെ
ഉള്ളവർക്കും ഉപയോഗിക്കാം ഇത്. ഞാനിത് നട്ടുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ കേട്ടോ.